ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ യൂണിറ്റ് 3, അതായത് ദ ട്രയൽ ഓഫ് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ്. യൂണിറ്റിൻ്റെയും ചാപ്റ്ററിൻ്റെയും പേര് കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ യൂണിറ്റിലുള്ള 3 ചാപ്റ്ററും സയൻസിനെ ബന്ധിച്ച്, അതായത് ശാസ്ത്രത്തെ ബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ ഒരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ അജിത് പരമേശ്വരനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇതിനകത്തിൽ 8 ക്വസ്റ്റ്യൻസും അതിനുള്ള 8 ആൻസേഴ്സുമാണുള്ളത്. ഈ അജിത് പരമേശ്വരൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന് അദ്ദേഹം കൊടുക്കുന്ന ആൻസേഴ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ എല്ലാ ഇൻ്റർവ്യൂ പോലെ ഗുഡ് മോർണിംഗ് പറയുന്നു, ശേഷം സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാവർക്കും അറിയാം സയൻറ്റിസ്റ്റ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആളാണെന്ന്. പക്ഷേ എക്സാക്ട്ലി അവരെന്താ ചെയ്യുന്നത്? ഇതിന് ഡോക്ടർ അജിത് പരമേശ്വരൻ കൊടുത്ത ഉത്തരം നോക്കാം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു സയൻറ്റിസ്റ്റ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും തൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് ഇതേ ചോദ്യം. അതിനെ ഞാൻ പകുതി സീരിയസോടുകൂടിയും പകുതി ഫണ്ണിയായിട്ടുമാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ചിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക് അങ്ങ് മാറ്റും, അതായത് ആ വിഷയം അങ്ങ് മാറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: അങ്ങനെയാണെങ്കിൽ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നതിന് നിങ്ങൾ എന്തുത്തരം കൊടുക്കും? ഇവിടെ ഓരോ തവണയും നമ്മുടെ ഇൻ്റർവ്യൂവർ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് പറയുന്നു, തന്നെ അജിത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ കൊടുത്തതെന്ന് നോക്കാം. സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നോളേജ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് എല്ലാ മനുഷ്യരും ആനിമൽസും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് കൺസ്യൂം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒരു ഫാർമർ ആയിക്കോട്ടെ, അപ്പോൾ അദ്ദേഹം അറിയണം ഒരു കൃഷിക്കാരന് എന്തൊക്കെ നോളജ് വേണോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ പുള്ളി അറിഞ്ഞിരിക്കണം. എപ്പോൾ വിതയ്ക്കണം, എപ്പോൾ കൊയ്യണം, അതെന്താണ്, നോളജാണ്. അതേപോലെ പച്ചക്കറി നട്ടു വളർത്തുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ വളർച്ചയെപ്പറ്റി അയാൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം, ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു എൻജിനീയർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പാലം പണിയുമ്പോൾ അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നൊരു ഐഡിയ, ഒരു നോളജ് എന്ത് ചെയ്യണം, ഒരു എൻജിനീയറിന് വേണം. സോ എല്ലാവർക്കും എന്ത് വേണം, നോളജ് വേണം. അടുത്ത ക്വസ്റ്റ്യൻ: എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ വന്നത്? അതേപോലെ നാച്ചുറൽ വേൾഡിനെ പറ്റിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തേലും സ്പാർക്ക് വന്നിട്ടുണ്ടോ? എന്താണ് ആ ഒരു സംഭവം? അതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനെന്താ ആൻസർ കൊടുക്കുന്നത്? അതിന് അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നത്: ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് കേരള സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്ത ഒരു മലയാളം ബുക്ക് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട്. അത് തൻ്റെ വീടിനടുത്തുള്ള ഒരു ലൈബ്രറിയിൽ അതിൻ്റെ ഒരു കോപ്പി അവൈലബിൾ ആയിരുന്നു. അത് അദ്ദേഹം വായിക്കുകയുണ്ടായി. അതിനകത്തിൽ നാച്ചുറൽ വേൾഡിലെ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഇൻഫോർമേഷൻസ് ആ ഒരു ബുക്കിനകത്തിലുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എല്ലാ സോഴ്സസും എല്ലാ ഇൻഫോർമേഷൻസും നെറ്റിൽ അവൈലബിൾ ആണെങ്കിലും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജ് എന്നാണ് ഇവിടെ അജിത് അതിന് കൊടുക്കുന്ന മറുപടി. അങ്ങനെ 4ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. എന്താണ് 4ാമത്തെ ചോദ്യം? പക്ഷേ അജിത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഇന്ന് അവൈലബിൾ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റിയുള്ള അഭിപ്രായത്തെ പറ്റിയാണ് 4ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. അതിനെന്താണ് അജിത്ത് റിപ്ലൈ കൊടുക്കുന്നത്? ഒരു സംശയവുമില്ല, നമ്മളെ കൺസേൺ ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസിനും എന്തില്ല, ആൻസർ ഇല്ല. ഫോർ എക്സാമ്പിൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഇന്നും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് എന്ത് ചെയ്തില്ല, ഇപ്പോഴും അറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഫ്ലഡും ലാൻഡ് സ്ലൈഡും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രതിഭാസങ്ങൾ നടക്കുന്നതുണ്ട്. അതും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഉത്തരമില്ല. അതേപോലെ ഒരുപാട് റെയർ ആയിട്ടുള്ള വൈറൽ ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് ഒരറിവില്ല. പിന്നെന്താ പറയുന്നത്, ഒരുപാട് മോസ്കിറ്റോസ് ഉണ്ട്, അതിനെപ്പറ്റിയും എന്താണ് വലിയ അറിവുകളില്ല. ഇതിൻ്റെയൊക്കെ ആൻസർ ഒരുവിധം അറിയാമെങ്കിലും ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ എന്ത് ചെയ്യത്തില്ല, ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ അങ്ങനെ ആൻസർ കിട്ടാതിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അജിത് പറയുന്നു.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സയൻസിൻ്റെ ഹേർട്ടാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിനെന്താ ഉത്തരം കൊടുത്തത്? ഒരു ബെസ്റ്റ് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ആൾക്ക് എന്ത് വേണം? ക്യൂരിയോസിറ്റി വേണം. കാരണം ക്യൂരിയോസിറ്റി ഉണ്ടായാൽ മാത്രമേ നമ്മൾ നോളജ് അന്വേഷിച്ച് നടക്കുകയുള്ളൂ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ അതേസമയം ഒരു അഡൾട്ട് ഏജിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ആ കൊച്ചു പിള്ളേർ അത്രയും എന്തില്ല, ഡൗട്ട്സോ ക്യൂരിയോസിറ്റിയോ കാണത്തില്ല. മേ ബി അത് ഇന്ന കാര്യം അവർക്ക് അറിയത്തില്ല. സോ അത് ഒരാളോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല എന്ന് വിചാരിച്ച് നാണക്കേട് തോന്നുമോ എന്ന ഫീൽ കൊണ്ടായിരിക്കും എന്ത് ചെയ്യാത്തത്, അവർ ക്വസ്റ്റ്യനുകൾ ചോദിക്കാത്തത്. പക്ഷേ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഡൗട്ട്സും ക്യൂരിയോസിറ്റിയുമുള്ള കൊച്ചു പിള്ളേരെ പോലെയാണെന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ഒരു നാണക്കേടും കൂടാതെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതെന്താണെന്നറിയാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള നോളജ് കളക്ട് ചെയ്ത് അതേപ്പറ്റി തിരക്കി പോകുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഐസക് ന്യൂട്ടണും പറയുന്നുണ്ട് ഒരു കാര്യം. എന്താ പറയുന്നത്? നമുക്ക് മുമ്പിൽ, അതായത് തനിക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ആരൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോളജിലൂടെ കണ്ടുപിടിച്ചും എടുത്തും എനിക്കും ഓരോ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്കൂളിൽ എഡ്യൂക്കേഷൻ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സംഭവം മനസ്സിലായോ? അതായത് എന്നോ തുടങ്ങിയ ഏതോ ശാസ്ത്രജ്ഞനിൽ നിന്നും നമ്മുടെ സയൻസിനും കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ എന്തുണ്ട്, ഒരു ഫൗണ്ടേഷനുണ്ട്, ഒരു അടിത്തറയുണ്ട്. സോ അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ, അതായത് അതിന് മുകളിലാണ് ഓരോ സയൻറ്റിസ്റ്റുകൾ ഓരോ ജനറേഷനിൽ വന്ന് എന്ത് ചെയ്യുന്നത്, ഓരോ നോളജ് കളക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ഡോക്ടർ അജിത്തോ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടണോ ആരും തന്നെ അല്ല എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരാളല്ല എന്നാണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഒരുപാട് സയൻറ്റിസ്റ്റിനെ ഇനിയും വേണം. സോ നല്ല നല്ല സയൻറ്റിസ്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ക്വാളിറ്റിയെ പറ്റിയാണ് ചോദിക്കുന്നത്. മീൻസ് നല്ലൊരു സയൻറ്റിസ്റ്റ് ആവാനുള്ള ക്വാളിറ്റിയെ പറ്റി. എന്തായാലും ഉത്തരം പറയുന്നത്, റിസർച്ച് ചെയ്യാനുള്ള ടെക്നിക്കിനെ പറ്റി എന്ത് ചെയ്യുക, കണ്ടുപഠിക്കുക അല്ലെങ്കിൽ പഠിക്കുക. കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, കെയർഫുള്ളായി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തണം. പിന്നെ ഓരോന്നിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്ത് ആലോചിച്ചും വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു നല്ല സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അയാൾ എപ്പോഴും റിസർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും. ഈവൻ റെസ്റ്റ് എടുത്താലും കട്ടിൽമേൽ കിടന്നാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ പോലും അതേപ്പറ്റി ആലോചിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും നല്ല സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആകാൻ പറ്റുക? അതിനെന്താ ഉത്തരം കൊടുക്കുന്നത്? എല്ലാവർക്കും ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആകാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും സയൻറ്റിസ്റ്റ് ആകാൻ കഴിയും, പക്ഷേ എന്താവാൻ കഴിയില്ല, ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആകാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. പക്ഷേ എവിടെ നിന്ന് വന്നവർക്ക് വേണമെങ്കിലും എന്താകാം, ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ട് മാറാം. പക്ഷേ എല്ലാവർക്കും ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റത്തില്ല. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈനലി നമ്മുടെ യങ്ങസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നത്? അതിനെന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങളുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക. അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനുള്ള മെസ്സേജാണ്, നമുക്ക് എന്ത് താല്പര്യമാണോ ഉള്ളത് അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടാണോ താല്പര്യം അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അവിടെ മടി കാണിക്കരുത്, അതിനെ സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനം എന്തായിരിക്കും, അതിനു വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം നമുക്ക് തരുന്ന മെസ്സേജ്. അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടി എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ ഇൻ്റർവ്യൂ പോലെ തന്നെ ഒരു താങ്ക്സും അതുപോലെ തന്നെ അദ്ദേഹം ഒരു വെൽക്കമും ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ഇൻ്റർവ്യൂ അല്ലായിരുന്നോ? സോ ഇത്രയാണ് ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസേഴ്സ് അദ്ദേഹം കൊടുക്കുന്നതും മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ പൊതുവേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യാം
ചിലപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആൻസർ തരുന്നതുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് 5 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനായിരിക്കാം പറയുന്നത്. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്